അനിൽ വിളയിൽ കൂടി ഒപ്പം ചേരുന്നില്ല. അനിൽ വിളയിൽ ഈ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. അതായത് ശബരിമല ക്ഷേത്രം ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാരിന് ഭരണഘടനാപരമായ അധികാരമുണ്ട്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് ക്ഷേത്രങ്ങളുടെ സംരക്ഷണം. ഇനി സംസ്ഥാന സർക്കാരിന് പ്രത്യേക നിയമമുണ്ടെങ്കിൽ പോലും അതിനെ മറികടന്നുകൊണ്ട് കേന്ദ്രത്തിന് നിയമം നിർമ്മിക്കാം. ഓർഡിനൻസ് അധികാരം ഉണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ശബരിമല ക്ഷേത്രം ഏറ്റെടുക്കാൻ കേന്ദ്രത്തിന് കഴിയും എന്ന് വ്യക്തമാക്കുകയാണ് PDT ആചാരി, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ, ഭരണഘടനാ വിദഗ്ധൻ. എന്താണ് അങ്ങയുടെ പ്രതികരണം? നൽകുന്ന ഒരു പരാമർശമാണ് ഭരണഘടനാ വിദഗ്ധനും വളരെ വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീ ആചാര്യ സാർ പറഞ്ഞ കാര്യം. നമ്മളൊക്കെ ഈ കേരള സമൂഹത്തിലെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് സ്റ്റേറ്റ് ലിസ്റ്റ് ആയതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് മാത്രം കുത്തകയാണെന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് സ്വാഭാവികമായിട്ടും തെറ്റാണ്. ഒരു കൺകറന്റ് ലിസ്റ്റിന്റെ എല്ലാവിധമായ പരിധിക്കുള്ളിലും ഈ ദേവസ്വം വിഷയങ്ങൾ വരും, ക്ഷേത്രങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ വരും. ശബരിമല ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് കൺകറന്റ് ലിസ്റ്റിന്റെ ഭാഗമാക്കാവുന്നതാണ് വ്യാഖ്യാനം വരികയാണെങ്കിൽ. കാരണം ഇത് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കൂ. കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാര പരിധിയിലുള്ള റിസർവ് ഫോറസ്റ്റ് ഏരിയയിലാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു സാഹചര്യം കൂടി പരിഗണിക്കുമ്പോഴും അവിടുത്തെ സുരക്ഷാ കാര്യങ്ങൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരു പർട്ടിക്കുലർ സമയത്ത് വരുന്ന കോടിക്കണക്കിന് ഭക്തജനങ്ങൾ തുടങ്ങി പല ഘടകങ്ങൾ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പാർലമെന്റ് ഒരു നിയമനിർമ്മാണം നടത്തി ശബരിമല ഉൾപ്പെടെയുള്ള അതേപോലെ തന്നെയുള്ള മഹത്തായ വലിയ വലിയ ക്ഷേത്രങ്ങളെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാക്കണം. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നടക്കുന്ന കൊള്ളയും മോഷണവും ഒക്കെ ഒരു പരിധി വരെ കുറയും. അതിന് കുറെ സുതാര്യമായ നടപടിക്രമങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ കുറയും. യഥാർത്ഥ ഭക്തന്മാരും അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള നല്ല ഉദ്യോഗസ്ഥരും, പ്രത്യേകിച്ച് IAS IPS സ്ഥലങ്ങളിലുള്ള IFS സ്ഥലങ്ങളിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വരുമ്പോൾ അഴിമതിയുടെ സ്വാധീനം, അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറയുകയും വിശ്വാസി സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ താല്പര്യമുളവാക്കുന്ന ഒരു പരാമർശമാണ് ശ്രീ ആചാര്യ സാറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കാരണം ഇതിനെ സംബന്ധിച്ച് ധാരാളം വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ പല കാലഘട്ടങ്ങളിലായി ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാ കാലത്തും ഇതേ സമാന സാഹചര്യമുള്ള എല്ലാ ക്ഷേത്രങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നത് പോലെയുള്ള സമാന കൊള്ളകൾ വീണ്ടും 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 ആവർത്തിക്കും. അതുകൊണ്ട് ശബരിമല ക്ഷേത്രം ഉടനടി തന്നെ പാർലമെന്റിനകത്ത് നിയമനിർമ്മാണം നടത്തി കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഭക്തജന സമൂഹം ഉൾപ്പെടെയുള്ള, ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നമ്മൾ നോക്കൂ. പത്മനാഭസ്വാമി ക്ഷേത്രത്തില് സുപ്രീം കോടതിയുടെ വിധിപ്രകാരം ഒരു ബോഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ പ്രാതിനിധ്യമുള്ള ആള്, സംസ്ഥാന സർക്കാരിന്റെ പ്രാതിനിധ്യമുള്ള ആള്, ജില്ലാ ജഡ്ജി, കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച ആൾക്കാർ, അതേപോലെ തന്നെയുള്ള ഒരു സംവിധാനം വരണം. എന്നാൽ വളരെ നല്ലതാണ്. ഇത് ഉടനടി തന്നെ പ്രാബല്യത്തിൽ വരത്തക്ക രീതിയിലുള്ള സമ്മർദ്ദം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് BJPയുടെ ഒക്കെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ശരി, നന്ദി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ.